ഗൗരി, നമ്മൾ ലാസ്റ്റ് കണ്ടെന്നാണ് പിരിഞ്ഞത്? ലിറ്റിൽ മിസ് റാവുത്തർ. അല്ലേ? ഈ പറഞ്ഞ പോലെ ആ സിനിമ ഞാൻ കണ്ടിരുന്നു, അന്ന് വിളിച്ചിട്ടില്ല, നായകനെയൊക്കെ വിളിച്ച് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും പറഞ്ഞു. നല്ല സിനിമയായിരുന്നു. വേണ്ടത്ര നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നിന്നും റെസ്പോൺസ് കിട്ടാതെ വന്ന ഒരു പ്രശ്നമാണ്. അത് ചില സിനിമയ്ക്ക് ബ്രീത്തിങ് സമയം തിയേറ്റർ ഉടമകൾ തരാത്തതാണ്. നമ്മുടെ കയ്യിലല്ലല്ലോ, പലതും നമ്മുടെ കയ്യിലല്ല. ബട്ട് മിക്സ്ഡ് ആയിരുന്നു റെസ്പോൺസ്. പക്ഷെ അത് കഴിഞ്ഞ് OTT-യിൽ റിലീസ് ആയപ്പോ എല്ലാ സിനിമകൾക്കും ഉള്ള ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സിനിമ നല്ലതുമായിരുന്നു. ഞാൻ കണ്ട ഒരു സിനിമ കൂടെയായിരുന്നു. എന്തായാലും ഈ സിനിമയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ സിനിമ? കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ? കഥയാണ് ഞാൻ ഈ സിനിമ എടുക്കാനും, ചിലവർ ചോദിച്ചു ഇതിൽ ലീഡ് അല്ല. പക്ഷെ ഞാൻ ഈ ഒരു സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ ലാൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മ പോലെ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് നൽകുന്ന ഒരു കഥയാണിത്. ഇതിൽ ഞാനൊരു ആശാ വർക്കറായിട്ടാണ് അഭിനയിക്കുന്നത്. അത് തന്നെ എനിക്കൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ ആണ്. ബിക്കോസ് ഒരു ആശാ വർക്കർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് കോവിഡ് വന്നപ്പം നാട്ടിൽ ഞാൻ ക്വാറന്റീൻ ആയിരുന്നപ്പോ അപ്പോഴാണ് ആശാ വർക്കർ പച്ചക്കറി തരുന്നു, പിന്നെ മരുന്ന് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവരുന്നു. അപ്പൊ ആ സമയത്താണ് ആശാ വർക്കർ ആരാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ഒരു കഥ അത്രയും എന്റർടൈനിങ് ആണ്. പക്ഷെ ആ ഒരു വൺ ലൈനിൽ തന്നെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എലിമെന്റ് ഉണ്ട് ഈ കഥയിൽ. അപ്പൊ നിസാമയ്ക്കാണ് എന്നെയും ആദ്യം വിളിച്ചതും. ഞാൻ കഥ കേട്ടപ്പോഴും ഞാൻ ഭയങ്കര ഇന്നായി അപ്പൊ തന്നെ. പിന്നെ ടോട്ടൽ ആസ് എ പാക്കേജ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനും, ലാൽ സാറിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടറും, വിനീതുണ്ട്, ഷെല്ലി ചേച്ചി, അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നോർത്ത് കേരള, ഞാൻ ഇവിടെ വൈക്കം സ്വദേശിയാണ്. അപ്പൊ എനിക്ക് നോർത്ത് കേരളയായിട്ട് അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു. അപ്പൊ ആ സ്ലാങ് പിടിക്കുന്നതും, അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പേഴ്സണലി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതം ഒരു സിറ്റി ലൈഫ് അല്ലാതെ ശരിക്കൊരു നാടൻ ക്യാരക്ടർ, അത് മാത്രമല്ലാതെ നമ്മൾ അത്ര കാണാത്തൊരു നോർത്ത് സൈഡ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഐ എം വെരി എക്സൈറ്റഡ്. തീർച്ചയായിട്ടും ഒത്തിരി സിനിമകൾ ചെയ്തു, തമിഴിലാണെങ്കിലും ഒത്തിരി സിനിമകൾ ചെയ്തു, മലയാളത്തിലും സിനിമകൾ ചെയ്തു വരികയാണ്. നമുക്ക് ഈ മലയാളത്തിൽ നിന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ കുറഞ്ഞു പോകുന്നോ ഗൗരി എന്നൊരു നടിയിലേക്ക് മറ്റുള്ള ഡയറക്ടർമാരും അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡ്യൂസർമാരും ശ്രദ്ധ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് പോലും ഇരിക്കും. ഇപ്പൊ അനുഗ്രഹീതൻ ആന്റണി കഴിഞ്ഞിട്ട് എന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 മൂവീസ് ചെയ്തെങ്കിലും ഒരു മൾട്ടി സ്റ്റാറർ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ റാവുത്തർ പറഞ്ഞ പോലെ അത് റീച്ച് ആയില്ല. അപ്പൊ ഒരിക്കലും അവരെന്നെ നോട്ടീസ് ചെയ്തില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. നമ്മുടെ വർക്കിൽ പ്രൂവ് ചെയ്യണമെന്ന് തന്നെയാണ്. തമിഴിൽ ഒത്തിരി സിനിമകൾ കിട്ടുന്നുണ്ട്, വലിയ വലിയ ആക്ടേഴ്സിനൊപ്പമാണ് അഭിനയിക്കുന്നത്. അത്തരം ഒരു സംഭവം മലയാളത്തിൽ ഗൗരിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് തോന്നുന്നു. പക്ഷെ എനിക്കിപ്പോ ഇറങ്ങാൻ ഉള്ളത് കൂടുതലും മലയാളമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഒരു 3-4 മലയാളം റിലീസസ് ആണ് എനിക്ക്. ഇപ്പൊ ഒരു ഈക്വൽ സ്റ്റാൻഡിലാണ് തമിഴും മലയാളവും. ഇനിഷ്യലി വിജയ് സാറിന്റെയും ധനുഷ് സാറിന്റെയും കൂടെയുള്ള സിനിമകള് അതിനെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഒരു ഈക്വൽ, ഇപ്പൊ പലവരും ചോദിക്കും മലയാളമാണോ കൂടുതൽ ചെയ്യുന്നതെന്ന് അവിടെ ചോദിക്കുന്നത്. അവിടെ നിങ്ങ കേരള പോയിട്ടില്ലാന്ന് ചോദിക്കും, തിരിച്ചും ചോദിക്കും. അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്യുന്നെങ്ങനെയോ. ഈ ലാൽ ജോൺ സാറിനൊക്കെ ഈ ലൊക്കേഷൻ വെച്ചാണ് പരിചയപ്പെടുന്നത്. അതെ അതെ അല്ലേ? എന്തുകൊണ്ട് നേരത്തെ ഈ കൈകളിൽ എത്തിയില്ല? അത് അങ്ങോട്ട് ചോദിക്കണം, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. ഗൗരി ചെറിയ കുട്ടിയാണ്. ഇപ്പൊ ഞാൻ ബാലതാരമായിട്ടാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ച സിനിമയാണ് ഓർക്കുന്നത്. അപ്പൊ ഇതിലേക്കുള്ള സ്വിച്ച് വളരെ പെട്ടെന്നാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഗൗരിയുടെ സമയം വരും, ഗൗരിയുടെ സമയം വന്നു കഴിഞ്ഞു. ഇനി സിനിമകൾ ഇറങ്ങി ഭാരത സർക്കാർ ഉൽപ്പന്നമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഗൗരിനെ നന്നായിട്ട് ആളുകൾ ശ്രദ്ധിക്കും, മറ്റു ഡയറക്ടേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കും. ലാൽ ജോസ് സാറും ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടേക്ക് ഇട്ട് തരുവാണെങ്കിൽ നിങ്ങളായിക്കോണം. പക്ഷെ സാറും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇൻ ദ സെൻസ് ആദ്യമൊക്കെ നെർവസ് ആയിരുന്നു. ഈ പേര് കുറെ കേട്ടിട്ടുണ്ട് നമ്മള് ആസ് എ ചൈൽഡ് ഓൾസോ. നമ്മൾ അതാണ് ലാൽ ജോസ് എന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരു ടെൻഷനോ ഒന്നും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാതെ ഭയങ്കര ഫ്രീ ആയിട്ട് ഓരോ കഥകൾ പറയുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും, അറ്റ്ലീസ്റ്റ് വിനീത്, എനിക്ക്, ഞങ്ങൾ ഈ ബഡ്ഡിങ് ആക്ടേഴ്സിന് ഭയങ്കര എൻറിച്ചിങ് ആയിരുന്നു സാറിൻ്റെ കൂടെ പല കാര്യങ്ങൾ സംസാരിക്കുന്നതും ഓരോ കഥകളും
ഇറ്റ് വാസ് വെരി നൈസ് ടു തീർച്ചയായിട്ടും